ഈ പ്രപഞ്ചത്തിൽ തന്നെ ഞാനും എന്റെ മക്കളും ഒറ്റപ്പെട്ടു പോയ പോലൊരവസ്ഥ. വീടിന്റെ ഒരു മൂലയിൽ ഞാൻ ഇവനെയും നിന്റെ അമ്മയെയും ചേർത്ത് പിടിച്ചിരുന്നു. അപ്പോഴാണ് അതുണ്ടായത്. ഇറങ്ങി വാടാ വീരഭദ്ര. എവിടെയാടാ പോയി ഒളിച്ചിരിക്കുന്നേ? അമ്മ, എനിക്ക് പേടിയാവുന്നു. വീരഭദ്ര, ഇറങ്ങി വാടാ. അമ്മ, ആരാ അമ്മ അത്? പോലീസാണോ? മോനെ, അമ്മ, എനിക്ക് പേടിയാവുന്നു. നമുക്കിറങ്ങി ഓടാം. സ്വന്തം അച്ഛനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കണ്ട് കരയുന്ന കൂട്ടുകാരന്റെ കണ്ണീരടക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. പോലീസുകാർക്ക് ദേവിയുടെ തിരുവാഭരണം കിട്ടിയാൽ വീരഭദ്രമാമയെ അറസ്റ്റ് ചെയ്യാതെ വിടുമല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. കുട്ടി മനസ്സിലെ പൊട്ടത്തരം അതിങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ഞാൻ കരുതിയതേയില്ല. അന്നത്തെ രാത്രി അങ്ങനെ അവസാനിച്ചു. പക്ഷെ പിറ്റേ ദിവസം നേരം പുലർന്നത് ഞെട്ടിക്കുന്നൊരു കാഴ്ചയായിട്ടായിരുന്നു.
അന്ന് തൃക്കണ്ണൂർ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിന്റെ ഒരുപാടങ്ങ് പടർന്ന് പന്തലിച്ചിട്ടില്ലാത്ത ആൽമരക്കൊമ്പിൽ ഞാൻ കണ്ടൊരു കാഴ്ച. ഒരു ദിവസം മുന്നേ വരെ ഒരു നാട് ഒന്നടങ്കം കൈകൂപ്പി തൊഴുത് തല കുമ്പിട്ട് അനുസരണയോടെ നിന്നിരുന്നവർ, അവർ സ്വന്തം മുഖത്തിന് നേർക്ക് വിരൽ ചൂണ്ടിയപ്പോ അത് താങ്ങാനാവാതെ അപമാന ഭാരത്തിൽ നിന്റെ മുത്തച്ഛൻ ആൽമരത്തിൽ തൂങ്ങി നിന്നു. ശ്വാസം നിലച്ച് മരച്ചിലയിൽ തൂങ്ങി നിന്ന നിന്റെ മുത്തച്ഛനെ കണ്ട ആദ്യ കാഴ്ചയിൽ മാത്രമേ ഞാൻ കരഞ്ഞുള്ളൂ. ദേ, ഈ നിൽക്കുന്നില്ലേ നിന്റെ അമ്മാവൻ, ഇവനെയും നിന്റെ അമ്മയെയും ചേർത്ത് പിടിച്ചു പൊട്ടിക്കരഞ്ഞു. പിന്നെ എന്റെ നിറഞ്ഞ കണ്ണുകളിൽ കൂടി ഞാൻ കണ്ടത് ബാലചന്ദ്രനെയാ. ആ കാഴ്ച എന്നെ ശരിക്കും തളർത്തിക്കളഞ്ഞു. ദ്രൗപദി അമ്മ അന്ന് എന്റെ നേർക്കെറിഞ്ഞൊരു നോട്ടത്തിന്റെ മുറിവ് ഇന്ന് ഉണങ്ങാത്ത വേദന തന്ന് എന്റെ ഹൃദയത്തിൽ അവശേഷിക്കുന്നുണ്ട്. വീരഭദ്രമാമ തൂങ്ങി മരിച്ചതോടെ ദ്രൗപദി അമ്മയ്ക്ക് ആ നാട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതായി. അന്ന് ആ അമ്മ സ്വന്തം മക്കളെയും കൊണ്ട് എങ്ങോട്ടൊന്നില്ലാതെ നാട് വിട്ടു. അന്ന് ആ ക്ഷേത്രമുറ്റത്ത് തൃക്കണ്ണൂർ ഭദ്രകാളിയുടെ മുന്നിൽ വെച്ച് ഞാനെടുത്തൊരു ശപഥമുണ്ട്. ആ ആൽമരം അങ്ങനെ ആകാശത്തോളം വളർന്നാലും കാലം എത്ര കടന്നുപോയാലും ഇനി ഒരിക്കൽ ആ ഭഗവതിയുടെ മുന്നിൽ തിരുവുത്സവത്തിന് തിരി തെളിയുമെങ്കിൽ ആ ഭദ്രകാളി ദേവിയുടെ ദേഹത്ത് നിന്റെ മുത്തച്ഛൻ മോഷ്ടിച്ച തിരുവാഭരണം ഒരിക്കൽ കൂടി ചാർത്തുമെങ്കിൽ അത് കാണാനല്ലാതെ ആ ശ്രീകോവിലിന് മുന്നിൽ ദ്രൗപദി അമ്മ ചെല്ലില്ല എന്നുള്ള ശപഥം. അതിന്റെ കൂടെ ഒന്നുകൂടി തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ആ ശ്രീകോവിലിന് മുന്നിൽ ചെന്നാൽ അത് ആ അമ്പലമുറ്റത്തെ അതേ ആൽമരക്കൊമ്പിൽ തൂങ്ങി മരിച്ച ബാലചന്ദ്രന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് അമ്പലക്കുളത്തിൽ കുളിച്ചു ശുദ്ധി വരുത്തി ഈറനോടെ മാത്രമായിരിക്കുമെന്ന് തീരുമാനം. വർഷങ്ങൾ എത്ര കഴിഞ്ഞിരിക്കുന്നു. പുഴയിലെ വെള്ളം ഒരുപാട് ഒഴുകിപ്പോയി. ഇന്ന് ആ ദ്രൗപദി അമ്മയും എൻ്റെ പ്രിയപ്പെട്ട കളിക്കൂട്ടുകാരനും പഴയ പകയെല്ലാം മറന്ന് എന്നെ തേടി തിരിച്ചു വന്നിരിക്കുന്നു.